ജാഫറിന്റെ മനസ്സിൽ ആ ദിവസം ഒരു വിചിത്രമായ ആവേശം ഉണ്ടായിരുന്നു. ഭാര്യയായ സൈനബയെ ആശുപത്രിയിലേക്ക് ഓടിച്ചുകൊണ്ടുവരുമ്പോൾ അവന്റെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. 9-ാം മാസം പൂർത്തിയായി. ഏതു നിമിഷവും പ്രസവവേദന തുടങ്ങുമെന്ന അവസ്ഥ. വീട്ടിൽ നിന്ന് ഇറങ്ങും മുമ്പേ സൈനബയുടെ വേദന ശക്തമായതോടെ സമയം കളയാതെ ആശുപത്രിയിലേക്ക് അവൻ കാർ ഓടിച്ചു. അവളുടെ കൈ പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, "കുറച്ച് സമയം കൂടി ഉള്ളൂ, നമ്മൾ എത്താനായി." അവൻ ആശുപത്രിയുടെ മുന്നിൽ കാർ നിർത്തിയപ്പോൾ തന്നെ ഇരുവരെയും നോക്കി നഴ്സുമാർ ഉടൻ തന്നെ വീൽചെയറുമായി വന്നു. സൈനബ വേദന കൊണ്ട് കരയുകയായിരുന്നു. ജാഫറിന് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൻ അവളോട് പറഞ്ഞു, "ഞാൻ പിന്നാലെ വരുന്നുണ്ട്, നീ പേടിക്കണ്ട." അവൻ ലേബർ റൂമിന്റെ മുന്നിൽ കാത്തുനിന്നു. ലേബർ റൂമിന്റെ പുറത്തേക്ക് നഴ്സ് വന്നപ്പോൾ അവൻ ചാടിക്കേറി ചോദിച്ചു. സൈനബ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സ് ഒരു ഫയൽ തുറന്ന് പരിശോധിച്ചു. "ഡോക്ടർ ഷെഹനയാണ് നോക്കുന്നത്. അവർ ഇപ്പോൾ ലേബർ റൂമിലുണ്ട്. നിങ്ങൾ കാത്തിരിക്കൂ." ആ പേര് കേട്ടപ്പോൾ തന്നെ ജാഫർ ഞെട്ടി. അവന്റെ മനസ്സിൽ തിരിച്ചു വന്നത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഓർമ്മകൾ, കോളേജ് ദിനങ്ങൾ, ഒരു പുഞ്ചിരി. ഷെഹന, അതെ, അത് അവൻ ഒരിക്കൽ സ്നേഹിച്ച പെൺകുട്ടിയുടെ പേരായിരുന്നു. അവളാണ് ഇപ്പോൾ തന്റെ ഭാര്യയുടെ പ്രസവം കൈകാര്യം ചെയ്യുന്ന ഡോക്ടർ. ജാഫറിന്റെ മുഖം അല്പം നിറം മാറിയതുപോലെ തോന്നിയപ്പോൾ നഴ്സ് വീണ്ടും പറഞ്ഞു, "നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. ഡോക്ടർ ഷെഹനക്ക് വളരെയധികം എക്സ്പീരിയൻസ് ഉണ്ട്. നിങ്ങളുടെ ഭാര്യ സുരക്ഷിതമായ കൈകളിലാണ്." തന്റെ പഴയ ജീവിതത്തിലെ ഒരാളെ ഈ അവസ്ഥയിൽ വീണ്ടും കാണുമെന്ന് അവൻ ഒരിക്കലും കരുതിയില്ല. സൈനബയുടെ പ്രസവ വേദനയുടെ മേൽ തന്റെ ഓർമ്മകൾക്ക് അധികം സ്ഥലം നൽകാൻ അവൻ ആഗ്രഹിച്ചില്ലെങ്കിലും ഹൃദയം നൊമ്പരത്തോടെയും സംശയത്തോടെയും ചേർന്നൊരു വാദപ്രതിവാദം ആരംഭിച്ചിരുന്നു. ലേബർ റൂമിന്റെ പുറത്ത് കാത്തുനിന്ന് ജാഫറിന്റെ മനസ്സൊരിക്കലും ശാന്തമായിരുന്നില്ല. ഓരോ മിനിറ്റുകളും മണിക്കൂറുകൾ പോലെ നീണ്ടുനിന്നു. അവന്റെ കൈകൾ തമ്മിൽ ഘടിപ്പിച്ച് അദ്ദേഹം മുന്നോട്ടും പിന്നോട്ടും നടന്നു. സൈനബയുടെ നില എന്താണെന്ന് ചോദിക്കാൻ പലതവണ നഴ്സുമാരുടെ അടുത്തേക്ക് ചെന്നുവെങ്കിലും ഓരോ പ്രാവശ്യവും മറുപടി ഒരേപോലെ, "വേദന വരുന്നുണ്ട്, ഡോക്ടർ ശ്രദ്ധിക്കുന്നുണ്ട്, ആശങ്കപ്പെടേണ്ട." ആ പേര് പറയുമ്പോൾ ജാഫറിന്റെ മുഖത്ത് ഒരു നിഴൽ വരുമായിരുന്നു. അത് നഴ്സുമാർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ആർക്കും അത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അവന്റെ മനസ്സ് സ്വയം നിയന്ത്രിക്കാനാകാത്തതുപോലെ 10 വർഷം മുൻപുള്ള പഴയൊരു ദിനത്തിലേക്ക് പോയി. കോളേജ് ക്യാമ്പസിലെ ചുവന്ന ഇഷ്ടിക കെട്ടിടങ്ങളുടെ പരിസരത്ത് മഴ പെയ്യുന്ന ഒരു വൈകുന്നേരം. ജാഫറും ഷെഹനയും ഒരേ കുടയുടെ കീഴിൽ ചിരിക്കുകയും കുതിർന്ന വഴികളിലൂടെ നടക്കുകയും ചെയ്തിരുന്ന ദിനം. അവളുടെ ദിനംപ്രതിയുള്ള ഉത്സാഹം, അവളുടെ നിർബന്ധം, അവളുടെ സ്വപ്നങ്ങൾ എല്ലാം അവൻ മറന്നിട്ടില്ല. അവർ ഒരുമിച്ച് ജീവിതം ആലോചിച്ചിരുന്ന കാലം. പക്ഷെ ജീവിതം വഴിതിരിഞ്ഞപ്പോൾ ഷെഹന പഠനത്തിനു വേണ്ടി വിദേശത്തേക്ക് പോയതോടെ അവരുടെ ബന്ധം അകന്നു. സമയം ഒടുവിൽ അവരെ മറുവഴികളിലേക്ക് തള്ളിവിട്ടു. എന്നിരുന്നാലും ജാഫർ ഇന്നുവരെ അവളെ ഒരിക്കലും ദേഷ്യത്തോടെ ഓർത്തിട്ടില്ല. അവർ തമ്മിലുള്ള അവസാന സംഭാഷണം ഇപ്പോഴും അവന്റെ മനസ്സിൽ വ്യക്തമായിരുന്നു. "നമ്മൾ ഇനിയും കാണും," അവൾ പറഞ്ഞു. ജാഫർ ചിരിച്ചെങ്കിലും അവന്റെ ഉള്ള് തകർന്നിരുന്നു. ആ കണ്ടുമുട്ടൽ ഇങ്ങനെ ഒരു നിമിഷത്തിൽ, ജീവിതത്തിന്റെ നിർണായക ഘട്ടത്തിൽ അവളെ വീണ്ടും കാണേണ്ടി വരുമെന്ന് അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അവൻ ചിന്തയിൽ മുഴുകിയിരിക്കുമ്പോൾ ലേബർ റൂമിന്റെ വാതിൽ തുറന്നു. മെഡിക്കൽ ഗൗൺ ധരിച്ച ഒരു രൂപം പുറത്തേക്ക് വന്നത് കണ്ടപ്പോൾ അവന്റെ ശ്വാസം നിശ്ചലമായി. അതാണ് അവൾ, അവൾ തന്നെ, ഡോക്ടർ ഷെഹന. അവളുടെ കണ്ണുകൾ അല്പനിമിഷം അവനെ കണ്ടപ്പോൾ ഒരു തിടുക്കം, അതിലൊരു ഞെട്ടൽ, ഒരു തിരിച്ചറിവ്, ഒരുപാട് ചോദ്യങ്ങൾ. "ജാഫർ?" അവൾ അത്ഭുതത്തോടെ ചോദിച്ചു. എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ ശബ്ദം അവൻ മറന്നിരുന്നില്ല. അവൻ തലകുനിച്ചു. "അതെ, ജാഫർ." ഒരു ശാന്ത നിമിഷം അവരെ ചുറ്റി. ഷെഹന ഒരു ഡോക്ടറിന്റെ ഗൗരവത്തിലേക്ക് തിരിച്ചെത്തി. "നിങ്ങളുടെ ഭാര്യ വിചാരിച്ചതിനേക്കാളും ശക്തിയുള്ളവളാണ്. വേദന പുരോഗമിക്കുന്നു. ഞാൻ അവളുടെ കൂടെയുണ്ട്. നിങ്ങൾ ആശങ്കപ്പെടേണ്ട." പരിചിതമായ ആ പഴയ ശാന്തത നിറഞ്ഞ ഒരു പുഞ്ചിരി അവൾ മുഖത്ത് വരുത്തി. അത് കണ്ടപ്പോൾ ജാഫറിന്റെ ഹൃദയം വീണ്ടും വിറച്ചു. ഷെഹന ലേബർ റൂമിലേക്ക് തിരിച്ചു കയറിയതോടെ ജാഫർ അവിടെ നിന്നുകൊണ്ട് പലതവണ ദീർഘശ്വാസം വിട്ടു. മനസ്സിന്റെ ഒരു ഭാഗത്ത് സൈനബയുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ആശങ്കയും മറ്റൊരു ഭാഗത്ത് ഷെഹനയുടെ അവിചാരിത സാന്നിധ്യം കൊണ്ടുണ്ടായ മാനസിക സംഘർഷവുമായിരുന്നു. ആശുപത്രിയുടെ ഇടനാഴിയിൽ നിന്ന് കേൾക്കുന്ന അടിയന്തര വിളികളും നഴ്സുമാരുടെ സംസാരവും, ദൂരെ കേൾക്കുന്ന കരച്ചിൽ, ഇവയെല്ലാം അവന്റെ മനസ്സിൽ ഒരു ആശയക്കുഴപ്പമായ അന്തരീക്ഷം ഉണ്ടാക്കി. അവൻ കസേരയിൽ ഇരുന്നു
നിന്നുവെങ്കിലും ഒരു നിമിഷം പോലും ശാന്തമായി ഇരിക്കാൻ കഴിഞ്ഞില്ല. അനിഷ്ടമായ ഒരു അവസ്ഥയിൽ താൻ പെട്ടുപോയെന്നാണ് തോന്നിയത്. സൈനബയോട് പറയണോ എന്ന് മനസ്സ് ചോദിച്ചു. പറഞ്ഞാൽ അവൾ ഭയപ്പെടും. ഈ നിമിഷത്തിൽ അവളെ വിഷമിപ്പിക്കാനാകില്ല. അവൻ നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിനെ നിശ്ചലപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പെയുള്ള ഒരു ഓർമ്മ അവന്റെ മനസ്സിൽ വന്നു. ഷെഹനയോട് അവസാനമായി സംസാരിച്ച ദിവസം. ഷെഹന അവനോട് അവസാനമായി പറഞ്ഞ വാക്കുകൾ വീണ്ടും കേൾക്കുന്നത് പോലെ തോന്നി. നമ്മൾ ജീവിതത്തിൽ എവിടെയായാലും നല്ലതാവട്ടെ, അത്ര മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അന്നത്തെ ശാന്തത നിറഞ്ഞ പക്ഷേ കൊടും വേദനയുള്ള പുഞ്ചിരി ഇന്നും അവന്റെ മനസ്സിലുണ്ട്. പെട്ടെന്ന് ലേബർ റൂമിന്റെ വാതിൽ വീണ്ടും തുറന്നു. ഒരു നഴ്സ് പുറത്തു വന്നു. സർ, നിങ്ങളുടെ ഭാര്യ ഇപ്പോൾ ആക്റ്റീവ് ലേബർ സ്റ്റേജിൽ പ്രവേശിച്ചു. വേദന കൂടുതൽ ശക്തമാകുന്നു. ഡോക്ടർ അവരുടെ കൂടെ തന്നെയുണ്ട്. നിങ്ങൾ ധൈര്യമായി ഇരിക്കൂ. അവൻ തല താഴ്ത്തി ഇരിക്കുമ്പോൾ ഷെഹനയെ വീണ്ടും വാതിലിന് സമീപം കാണാൻ കഴിഞ്ഞു. അവളുടെ മുഖത്തൊരു ഗൗരവം പക്ഷേ ശാന്തതയും ഉണ്ടായിരുന്നു. ജാഫർ, അവൾ പറഞ്ഞു, എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. സൈനബയുടെ പ്രസവം കുറച്ച് ബുദ്ധിമുട്ടാകും. ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട്. ഷെഹന പറഞ്ഞ വാക്കുകൾ ജാഫറിന്റെ ഹൃദയത്തിൽ ഒരു കല്ലുപോലെ കൊണ്ടു. പ്രസവം ബുദ്ധിമുട്ടാകാം. ആ വാക്ക് മാത്രം കേട്ടപ്പോൾ തന്നെ അവന്റെ ഹൃദയം വേദനിച്ചു. സൈനബയെ അവൻ നീണ്ടു നിൽക്കുന്ന പ്രതീക്ഷയോടും സ്നേഹത്തോടും കൂടി വിവാഹം കഴിച്ചതായിരുന്നു. അവൾക്ക് ഒരു ചെറിയ വേദന വന്നാൽ പോലും അവന് സഹിക്കാൻ കഴിയില്ല. ഇപ്പോൾ അവളുടെ ജീവനും കുഞ്ഞിന്റെയും സുരക്ഷിതത്വം മറ്റൊരാളുടെ, അതും തന്റെ പഴയ കാമുകിയുടെ കൈകളിലാണ് എന്ന തിരിച്ചറിവ് അവനെ കൂടുതൽ വിറപ്പിച്ചു. നീ ഒന്നും മറച്ചു വെക്കണ്ട ഷെഹന, ജാഫർ ആശങ്കയോടെ ചോദിച്ചു. സൈനബയുടെ നില അത്ര സീരിയസ് ആണോ? ഷെഹന മുറിയുടെ വാതിലിനരികിൽ നിശ്ചലമായി നിന്നു. ഒരു ഡോക്ടറിന്റെ ഗൗരവം മുഖത്ത്, പക്ഷേ കണ്ണുകളിൽ ഒരു നിമിഷം മാത്രം മനുഷ്യ നന്മയുടെ നിഴൽ. ജാഫർ, ഓരോ പ്രസവത്തിനും വെല്ലുവിളികൾ ഉണ്ടാകാം. സൈനബക്ക് വേദന വരുന്നുണ്ട്. കുഞ്ഞിന്റെ ഹൃദയമിടിപ്പിനും പ്രശ്നമില്ല. ഞാൻ എല്ലാം നിരീക്ഷിക്കുന്നുണ്ട്. നീ പേടിക്കേണ്ട ആവശ്യമില്ല. അവൾ പറഞ്ഞതിൽ ആശ്വാസമുണ്ടായെങ്കിലും ജാഫറിന് ടെൻഷൻ ഉണ്ടായിരുന്നു. നീ അവളെ നല്ലതുപോലെ നോക്കില്ലേ? അവൻ ചോദിച്ചു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അവളോട് വെളിപ്പെടുത്തിയ വിശ്വാസം പോലെ. ഈ വാക്കുകൾ പറഞ്ഞ ഉടനെ ജാഫർ മനസ്സിലാക്കി അവൻ സംസാരിക്കുന്നത് ഒരു ഡോക്ടറോട് മാത്രമല്ല, ഒരിക്കൽ തന്റെ ലോകമായിരുന്ന സ്ത്രീയോടാണ്. ഞാനൊരു ഡോക്ടറാണ് ജാഫർ. എന്റെ മുന്നിലേക്ക് വരുന്ന ഓരോ ജീവനും എനിക്ക് ഒരേപോലെ വിലപ്പെട്ടതാണ്. സൈനബ നിങ്ങളുടെ ഭാര്യയാണ്. എന്നാൽ ഇന്നിവിടെ അവൾ എന്റെ രോഗിയാണ്. അവൾക്ക് ഏറ്റവും നല്ലത് തന്നെ ഞാൻ നൽകും. അവളുടെ ശബ്ദം ഉറച്ചതായിരുന്നു. അത് കേട്ട ജാഫറിന്റെ മനസ്സിൽ ഒരു ചെറിയ ആശ്വാസത്തിന്റെ വിളക്ക് തെളിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഷെഹന വീണ്ടും ലേബർ റൂമിലേക്ക് തിരിച്ചു നടന്നു. വാതിൽ അടയുമ്പോൾ അവൾ ഒരു ചെറിയ നിമിഷം പിന്നോട്ട് നോക്കി. ആ കണ്ണുകളിൽ പരിചിതമായ കാരുണ്യം ഉണ്ടായിരുന്നു. പക്ഷേ ജാഫർ അതിന്റെ അർത്ഥം കണ്ടെത്താൻ ശ്രമിച്ചില്ല. അദ്ദേഹം കസേരയിൽ ഇരുന്നു. വേദനയുടെ ശബ്ദങ്ങൾ അകത്തുനിന്ന് ഇടയ്ക്കിടെ കേട്ടു. സൈനബയുടെ ഉച്ചത്തിലുള്ള കരച്ചിൽ ലേബർ റൂമിൽ നിന്നും പുറത്തു വരുന്നത് കേട്ട് ജാഫറിന് സമാധാനത്തിൽ ഇരിക്കാൻ കഴിഞ്ഞില്ല. ആ ശബ്ദം അയാളെ തകർത്ത് നിലത്തിട്ടതുപോലെ തോന്നി. അവളുടെ വേദനയെക്കുറിച്ചുള്ള ചിന്തകളിൽ അവൻ മുഴുകിയിരിക്കുമ്പോൾ മനസ്സിന്റെ മറുവശത്ത് നിന്ന് ഷെഹനയുടെ ശബ്ദം വീണ്ടും ഉയർന്നു. ഞാൻ അവളെ നോക്കിക്കോളാം. ആ ശബ്ദത്തിൽ ഒരു വിശ്വാസമുണ്ടായിരുന്നു. ജാഫർ കൈകൾ മുറുകെ ചേർത്തുകൊണ്ട് ലേബർ റൂമിന്റെ മുന്നിലൂടെ നടന്നു. അവൻ കണ്ണുകൾ അടച്ചു. സൈനബയുമായി താൻ ചെലവഴിച്ച ഓരോ സ്നേഹ നിമിഷവും മനസ്സിൽ തെളിഞ്ഞു. അവർ ആദ്യമായി പുതിയ വീട്ടിലേക്ക് വന്ന ദിവസം, അവൾ ചിരിച്ചുകൊണ്ട് തന്റെ വയറ്റിൽ കൈവച്ച രാത്രി. നിമിഷങ്ങൾക്ക് ശേഷം വാതിൽ വീണ്ടും തുറന്നു. ഇപ്രാവശ്യം ഷെഹനയുടെ മുഖത്തൽപ്പം ആശങ്ക കാണാമായിരുന്നു. ജാഫർ, അവൾ ഗൗരവത്തോടെ വിളിച്ചു. സൈനബക്ക് ഇപ്പോൾ ശക്തമായ വേദന വരുന്നുണ്ട്. അവളുടെ രക്തസമ്മർദ്ദത്തിൽ ചെറിയ മാറ്റമുണ്ട്. ഞാൻ നിയന്ത്രണത്തിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ അടുത്ത ഒരു മണിക്കൂർ നിർണായകമാണ്. ജാഫറിന്റെ ഹൃദയം തളർന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, ഷെഹന ഉടൻ മറുപടി നൽകി. പക്ഷേ ഞങ്ങൾ നല്ല ശ്രദ്ധയോടെയാണ് എല്ലാം ചെയ്യുന്നത്. ഞാൻ അവളുടെ കൂടെ തന്നെയുണ്ട്. നീ ആശങ്കപ്പെടാതെ ഇരിക്കാൻ ശ്രമിക്കൂ. ആശങ്കപ്പെടാതെ? അതെങ്ങനെ സാധ്യമാകും എന്ന് ജാഫർ ചോദിക്കാൻ ശ്രമിച്ചെങ്കിലും ശബ്ദം പുറത്തേക്ക് വന്നില്ല. അവൻ തലയാട്ടി. ഷെഹന അവന്റെ കണ്ണുകളിലെ ഭയം വായിച്ചിരിക്കണം. കാരണം അവൾ ഒരു നിമിഷം നിശബ്ദമായി നിന്നു. ജാഫർ, അവളുടെ ശബ്ദം പെട്ടെന്ന് മൃദുവായി. നീ ഓർക്കുന്നുണ്ടോ, നമ്മൾ ഒന്നിച്ച്
വേദനിച്ചിരിക്കുമ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു, നമ്മൾ ഏതൊരവസ്ഥയും ശാന്തമായി കൈകാര്യം ചെയ്യണമെന്ന്. അത് തന്നെയാണ് ഇപ്പോഴും എനിക്ക് നിന്നോട് പറയാനുള്ളത്. ആ വാക്കുകൾ കേട്ടപ്പോൾ ജാഫറിന്റെ മനസ്സിൽ ഒരു വിചിത്രമായ വികാരം വന്നു. ആ ഓർമ്മ, ആ ശബ്ദം. പക്ഷെ അതോർത്ത് നിൽക്കാനാവില്ല എന്ന് അവൻ മനസ്സിലാക്കി. ഇന്ന് അവന്റെ മനസ്സിൽ ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ: സൈനബയും കുഞ്ഞും. നീ അവളെ നല്ലതുപോലെ നോക്കണം. ഷഹന അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. എന്റെ കൈകളിലേക്ക് വന്ന ഓരോ ജീവനും ഞാൻ രക്ഷിക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ ജാഫർ. ഇതൊരു വ്യക്തിയെക്കുറിച്ചുള്ള കാര്യമല്ല, ഇത് കടമയാണ്. അതോടെ അവൾ വീണ്ടും റൂമിലേക്ക് കയറി. ജാഫർ കണ്ണടച്ചിരുന്നു. ഭയം, പ്രതീക്ഷ, പഴയ ഓർമ്മകൾ എല്ലാം കൂടി ഹൃദയം ഒരു ഭാരമായി. ജാഫർ സമയം നോക്കി. 1 മണിക്കൂർ കഴിഞ്ഞതുപോലെ തോന്നി. പക്ഷേ കയ്യിലെ വാച്ച് പ്രകാരം അത് വെറും 10 മിനിറ്റുകൾ മാത്രം. ഓരോ മിനിറ്റും അവന്റെ ഹൃദയം നിശബ്ദമായി അറുക്കുന്നത് പോലെ. തിരക്കേറിയ ആശുപത്രിയുടെ ശബ്ദം മങ്ങിപ്പോയി. അവൻ കേട്ടത് സൈനബയുടെ വേദനയുടെ കരച്ചിൽ മാത്രം. ഇനിയും എത്ര നേരം? അവൾ എങ്ങനെ സഹിക്കും എന്ന ചിന്തകൾ അവന്റെ മനസ്സിൽ തുടർച്ചയായി ചുഴലിക്കാറ്റുപോലെ വീശി. അവൻ സ്വയം നിയന്ത്രിക്കാൻ ശ്രമിച്ചു. പെട്ടെന്ന് വാതിൽ തുറന്ന് ഷഹന പുറത്തേക്ക് വന്നു. ജാഫർ, നമുക്ക് വേഗത്തിൽ ഒരു തീരുമാനം എടുക്കണം, ഷഹന പറഞ്ഞു. എന്താണ് സംഭവിച്ചത്? അവന്റെ ശബ്ദം വിറച്ചു. സൈനബക്ക് വേദന വരുന്നുണ്ടെങ്കിലും അവൾ നല്ല ക്ഷീണിതയാണ്. കുട്ടിയുടെ ഹൃദയമിടിപ്പിൽ കുറച്ച് മാറ്റം വരുന്നുണ്ട്. അവൾ തളർന്നു പോവുകയാണ്. ജാഫർ പൂർണ്ണമായും നിശബ്ദനായി. അപ്പോൾ എന്താണ് വേണ്ടത്? ഷഹന ഒരു നിമിഷം ശ്വാസം വിട്ടു. ഞങ്ങൾ സുഖപ്രസവത്തിനായി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇനി കൂടുതൽ നീണ്ടാൽ അത് സൈനബക്ക് പ്രശ്നമാകും. അതിനാൽ ഓപ്പറേഷൻ വേണോ? ജാഫർ ചോദിച്ചു. ഷഹന തലയാട്ടി. അതെ, അതാണ് ഈ ഘട്ടത്തിൽ നല്ലത്. ജാഫറിന് തല ചുറ്റുന്നത് പോലെ തോന്നി. ജാഫർ. ഷഹന ഒരു നിമിഷം അവന്റെ കണ്ണുകളിലേക്ക് നേരെ നോക്കി. നിങ്ങൾക്കെന്നെ വിശ്വസിക്കാം. ഞാൻ അവൾക്ക് വേണ്ടി നല്ലത് മാത്രമേ ചെയ്യുകയുള്ളൂ. അവളുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ജാഫറിന്റെ മുഖത്ത് ചെറിയൊരു വിറയൽ. ഞാൻ വിശ്വസിക്കുന്നു, വിശ്വസിച്ചേ പറ്റൂ എന്ന ചിന്ത അവനിൽ ഉയർന്നുവെങ്കിലും ഉറക്കെ പറയാൻ അവൻ മടിച്ചു. ശരി, അവൻ ഒടുവിൽ പറഞ്ഞു. സ്വരം ശാന്തമല്ലെങ്കിലും ഉറച്ചതായിരുന്നു. നിങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്യൂ. ദയവായി അവളെയും കുഞ്ഞിനെയും സുരക്ഷിതമാക്കൂ. ഷഹന അതിനു മറുപടി പറയാതെ അല്പം മൃദുവായി തലയാട്ടി. ഞങ്ങളെന്നാ തയ്യാറാകട്ടെ, അവൾ പറഞ്ഞു. അവൾ വേഗത്തിൽ തിരിഞ്ഞു റൂമിലേക്ക് കയറി. വാതിൽ വീണ്ടും അടഞ്ഞു. ജാഫർ അതിന്റെ മുൻപിൽ നിശ്ചലമായി നിന്നു. അവന്റെ ഹൃദയത്തിൽ പ്രാർത്ഥന, ഭയം, വിശ്വാസം എല്ലാം ചേർന്ന് ഒരു ചുഴലിക്കാറ്റുപോലെ. ഒരു നിമിഷം പോലും ഇരിക്കാൻ ജാഫറിനായില്ല. അവൻ ലേബർ റൂമിന്റെ മുന്നിലൂടെ നടന്നു. പിന്നെ വീണ്ടും വാതിലിനരികിൽ വന്ന് നിൽക്കുകയും ചെയ്തു. പെട്ടെന്ന് ഒരു നഴ്സ് വേഗത്തിൽ പുറത്തേക്ക് വന്നു. സർ, ഓപ്പറേഷനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു. സൈനബയെ ഇപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റും. നിങ്ങളിവിടെ കാത്തിരിക്കണം. ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഡോക്ടർ ഷഹന എല്ലാം നോക്കിക്കോളും. ജാഫർ തല കുനിച്ചു. ഇന്ന് അവൻ കടന്നു പോകുന്ന നിമിഷം ഒരു സാധാരണ കാത്തിരിപ്പായിരുന്നില്ല. ജീവിതത്തിന്റെ ഏറ്റവും ഭാരം നിറഞ്ഞ നിമിഷം തന്നെയായിരുന്നു അത്. മിനിറ്റുകൾ നീണ്ടുനിന്നു. അവൻ ഷഹനയെ വിശ്വസിച്ചു. ഒരു സ്ട്രെച്ചറിൽ കടത്തി സൈനബയെ മാറ്റുന്നത് ജാഫർ ദൂരെ നിന്ന് കണ്ടു. അവൾ ക്ഷീണിച്ച് കണ്ണുകൾ അടച്ചിരുന്നു. സൈനബ, അവൻ മെല്ലെ വിളിച്ചു. അവളെ ഓപ്പറേഷൻ റൂമിലേക്ക് കൊണ്ടുപോകുമ്പോൾ ജാഫർ ഒരു നിമിഷം ഷഹനയെ കണ്ടു. അവൾ ഒരു ഡോക്ടറുടെ ഗൗരവത്തിലായിരുന്നു. ഷഹന ഒരു നിമിഷം മാത്രം അവനെ നോക്കി. ആ നിമിഷത്തിൽ അവർ തമ്മിൽ ഒന്നും സംസാരിച്ചില്ല. പക്ഷേ ഒരു വ്യക്തമായ വാഗ്ദാനം ആ കണ്ണുകളിൽ തെളിഞ്ഞു. ഞാനിത് ചെയ്യും. വാതിൽ അടഞ്ഞു. മുറിക്കുള്ളിൽ ജീവനും ഭയവും തമ്മിൽ പോരാട്ടം ആരംഭിച്ചിരുന്നു. മുറിക്കു പുറത്തു വെച്ച് ജാഫർ അത് കേൾക്കാതെ പ്രാർത്ഥനകൾ പറഞ്ഞുകൊണ്ട് കാത്തിരിക്കുന്നു. ഓപ്പറേഷൻ തിയേറ്ററിന്റെ വാതിൽ അടഞ്ഞതോടെ ജാഫറിന് ലോകത്തോട് ഒരു ബന്ധവും ഇല്ലാത്തതുപോലെ തോന്നി. ശബ്ദങ്ങൾ മങ്ങിപ്പോയി. നഴ്സുമാരുടെ വിളികൾ, മോണിറ്ററിന്റെ ശബ്ദം എല്ലാം ദൂരെയായതുപോലെ അവന് തോന്നി. കസേരയിൽ ഇരുന്നാലും നിൽക്കുകയാണെങ്കിലും നടന്നാലും മനസ്സ് ശാന്തമായിരുന്നില്ല. ഇതേ സമയം ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഉള്ളിൽ ശസ്ത്രക്രിയ കൃത്യമായി നടക്കുന്നു. ഒരു നഴ്സ് ഷഹനയോട് പറഞ്ഞു. BP കുറഞ്ഞു വരുന്നു ഡോക്ടർ. കുട്ടിയുടെ ഹൃദയമിടിപ്പിന് കുഴപ്പമൊന്നുമില്ല. ഷഹന തല കുനിച്ചു. അവളുടെ മുഖത്ത് ഒരു സൂക്ഷ്മമായ വീർപ്പുമുട്ടലുണ്ടായിരുന്നു. അതെ, ഒരു ജീവൻ മാത്രമല്ല, 2 ജീവൻ. ഡോക്ടർ, കുട്ടിയുടെ ഹൃദയമിടിപ്പ് കുറയുന്നുണ്ട്, നഴ്സ് പറഞ്ഞു. ഓക്സിജൻ കൂട്ടിക്കൊടുക്കൂ, കഴിയാനായി. അവൾ വളരെയധികം ടെൻഷനിലായിരുന്നു. അവളുടെ മനസ്സിൽ കുറെ ചിന്തകൾ വന്നു.
ജാഫർ പുറത്ത് കാത്തു നിൽക്കുന്നത്. സൈനബയെയും കുഞ്ഞിനെയും സുരക്ഷിതമായി അവന്റെ കൈകളിൽ ഏൽപ്പിക്കണം. ഒരു നിമിഷം, ഒരു ശ്വാസം, ഒരു പ്രതീക്ഷ. ഒരു ചെറിയ കുട്ടിയുടെ കരച്ചിൽ. ഒരിക്കൽ നിശബ്ദമായിരുന്ന മുറി ഇപ്പോൾ ആ കരച്ചിലിന്റെ നാദത്തിൽ നിറഞ്ഞു. പക്ഷേ ഷഹന ഉടൻ തന്നെ പറഞ്ഞു, "വീറ്റ്, രോഗിയെ നോക്കൂ. അവൾക്ക് രക്തം പോകുന്നുണ്ട്." ഒരു വശത്ത് പുതിയൊരു ജീവൻ ആദ്യമായി വരുന്നു, മറുവശത്ത് സൈനബയുടെ ജീവൻ ഷെഹനയുടെ കൈകളിൽ ഒരു നൂലുപോലെ തൂങ്ങിക്കിടക്കുന്നു. വാതിലിന് പുറത്തു നിൽക്കുന്ന ജാഫർ ഇതൊന്നും അറിയുന്നില്ല. അവനൊരു കുട്ടിയുടെ കരച്ചിൽ കേട്ടു. അതെന്റെ കുഞ്ഞാണോ? അവൻ വാതിലിന്റെ അടുത്തേക്ക് നീങ്ങി. കണ്ണുകൾ നിറഞ്ഞു. കാത്തിരിപ്പ് രൂക്ഷമായി. മിനിറ്റുകൾ മണിക്കൂറുകൾ പോലെ നീങ്ങി. പെട്ടെന്ന് നഴ്സ് പുറത്തേക്ക് വന്നു. "നിങ്ങളുടെ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല. അമ്മയും സുരക്ഷിതമാണ്. നിങ്ങൾക്ക് അവരെ ഇപ്പോൾ കാണാം." അവന്റെ ശ്വാസം നിലച്ചതുപോലെ തോന്നി. അവൻ അകത്തേക്ക് നടന്നു. തല ചുറ്റി. അവൻ ഓർമ്മകളിലേക്ക് തിരിച്ചുപോയി. സൈനബയുമായി ജീവിതത്തിലുണ്ടായ ഓരോ സ്നേഹനിമിഷവും, കുഞ്ഞിന്റെ വരവ് മുൻകൂട്ടി കണ്ട ആ സ്വപ്നങ്ങൾ. വാതിൽ തുറന്നു. സൈനബ ഒരു ശാന്തതയോടെ കിടക്കുന്നു. കയ്യിൽ ഒരു ചെറിയ കുഞ്ഞ്. "ജാഫർക്ക." സൈനബ അവനെ മെല്ലെ വിളിച്ചു. ശബ്ദത്തിൽ ക്ഷീണവും സന്തോഷവും കലർന്നിരുന്നു. അവൻ സൈനബയുടെ കൈ പിടിച്ചു. കുഞ്ഞിനെ നോക്കി. ചെറിയ വിരലുകൾ, ചെറിയ കരച്ചിൽ, എല്ലാം ഒരേ സമയം ജീവിതത്തിന്റെ മായാജാലം പോലെ തോന്നി. ഷെഹന അടുത്തു നിൽക്കുന്നുണ്ടായിരുന്നു. സൈനബക്കും കുഞ്ഞിനും ഒരു കുഴപ്പവുമില്ല. എല്ലാതും നല്ലതുപോലെ നടന്നു. ഇനി അവർക്ക് റെസ്റ്റാണ് വേണ്ടത്. ഇത് പറഞ്ഞുകൊണ്ട് ഷെഹന പുറത്തേക്ക് പോയി. അവൾ ഒരു നിമിഷം പോലും കാത്തു നിൽക്കാതെ ഡോക്ടർ ജോലി തുടർന്നു. അവളുടെ കണ്ണുകളിൽ പഴയ ഓർമ്മയുടെ നിഴൽ അവന് കാണാമായിരുന്നു. പക്ഷേ അവൾ അത് കാണിച്ചില്ല. അവൾക്കറിയാമായിരുന്നു ഈ നിമിഷം അവർക്കുള്ളതാണ്, സൈനബക്കും ജാഫറിനും കുഞ്ഞിനും. "താങ്ക് യു ഡോക്ടർ." ജാഫർ പിന്നീട് പറഞ്ഞു. ഷെഹന തലയാട്ടി ഒന്ന് ചിരിച്ചു. "ഇതെന്റെ ഡ്യൂട്ടിയാണ്. ഞാൻ എന്റെ ഡ്യൂട്ടി മാത്രമാണ് ചെയ്തത്." അവൻ സൈനബയെയും കുഞ്ഞിനെയും നോക്കി. അവന്റെ ലോകം അതായിരുന്നു. പഴയ ഓർമ്മകൾ അവൻ മനസ്സിലിട്ട് മൂടി. അവർ സന്തോഷത്തോടെ കുഞ്ഞുമായി ജീവിച്ചു.